ഹലോ ഫ്രണ്ട്സ്, പനംകുറിശ്ശിക്കാവിലെ പൂരത്തിന് പോയതാണ് കേട്ടോ. ഉച്ചതിരിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ആനവേലയൊക്കെ കുറെ കാണാൻ പറ്റി. കുഞ്ഞേറ്റു ഇത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വേഷങ്ങളാണ്. ഇതിപ്പോൾ നമ്മളൊരു സ്കൂളിൻ്റെ അവിടെ പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സ്കൂളിൻ്റെ അവിടേക്ക് ഈ വേഷങ്ങളൊന്നും അവിടേക്ക് കയറില്ല. സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു 5 ആനവേലയൊക്കെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആനവേല വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞേറ്റുവിന് സന്തോഷമായി. കുഞ്ഞേറ്റുവിന് ആനവേല കാണാനൊന്നുമല്ല കേട്ടോ, അവിടെ സ്ലൈഡിങ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞേറ്റു. അപ്പം അങ്ങനെ ഓരോരോ വേലയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആനകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനും കുഞ്ഞേറ്റും അമ്പാടിയൊക്കെ ഒരു സൈഡിൽ. കുഞ്ഞേറ്റു ആണെങ്കിലോ പൂരമൊന്നും കാണണമെന്നല്ല കേട്ടോ, ആൾക്ക് ഇങ്ങനെ ഐസ്ക്രീം, പിന്നെ അവിടെ സ്ലൈഡിങ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക കേട്ടോ. അല്ലാണ്ട് ആൾക്ക് പൂരം കാണണമെന്നോ കൊട്ട് കേൾക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാ ലാസ്റ്റ് ഞാൻ അവളുടെ വാശിക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു. അവിടെ സ്ലൈഡിങ്ങിൽ ഏതാ കുട്ടികളെന്നും കൂടി ഒന്നും അറിയില്ല കേട്ടോ. അവൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം സ്ലൈഡിങ് ഒക്കെ ചെയ്തു കേട്ടോ. അവൾക്ക് നല്ല സന്തോഷമായി. ഇത് കാണുമ്പോൾ അമ്പാടിയാണെങ്കിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അതിന്നൊക്കെ കളിച്ചു, അങ്ങനെ പോന്നു. പിന്നെ ഈ സംഭവത്തിൻ്റെ പേരെന്തെന്ന് എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഇതിലൊക്കെ അവളിങ്ങനെ ഇരുന്നിട്ട് ഒന്ന് പൊന്തലും താഴെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല സ്വഭാവം കേട്ടോ. അതിനനുസരിച്ചിട്ട് അവളോ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെയൊക്കെ കൂട്ടിക്കൊടുന്നു. അതിന് ശേഷം അത് അമ്പാടി അടുത്തേക്ക് വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റു പിന്നെയും അങ്ങോട്ട് തന്നെ കളിക്കാൻ പോകണം പറഞ്ഞിട്ട് അത് തെറ്റിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിക്കാണെങ്കിൽ നടക്കണം പറഞ്ഞിട്ട്, അമ്പാടിയുടെ കൈ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തിരക്കല്ലേ, അതുകൊണ്ട് ഞാൻ സമ്മതിക്കാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ 5 വേലകളൊക്കെ കണ്ടു. ഇനി ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഈ വേലകളൊക്കെ അതെങ്ങനെ പോവും. ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് കുറേ ദൂരമുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും പോയില്ല. ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഈ വേലകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ അങ്ങനെ അതാ ഓരോ ആനകൾ അമ്പലത്തേക്ക് പോവുകയാണ്. ഇതാ ഒന്നൊക്കെ പിന്നാലെ ഒന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.